നമസ്കാരം, ഏവർക്കും റാങ്ക് ഫയൽ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്നത്തെ ടോപ്പിക് PSC ബുള്ളറ്റിൻ ജനുവരി 2024 ഇഷ്യൂ 2. 2023 കേരളത്തിലെ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ സുവർണ ചകോരം നേടിയ ചിത്രം എവിൾ ഡസ് നോട്ട് എക്സിസ്റ്റ്, ജാപ്പനീസ് ചിത്രം. മികച്ച സംവിധായകനുള്ള രജത ചകോരം നേടിയതാര്? ഷോഖീർ ഖോലിഖോവ്, ചിത്രം സൺഡേ. മികച്ച ഏഷ്യൻ ചിത്രത്തിനുള്ള നെറ്റ്പാക് പുരസ്കാരം നേടിയ ചിത്രം ഷോഖീർ ഖോലിഖോവ്, ചിത്രം സൺഡേ. മികച്ച നവാഗത സംവിധായകനുള്ള രജത ചകോരം നേടിയതാര്? ഫാസിൽ റസാഖ്, ചിത്രം തടവ്. ഓഡിയൻസ് പോളിലൂടെ പ്രേക്ഷകർ തിരഞ്ഞെടുത്ത ചിത്രം തടവ്. ഇന്ത്യയിൽ നിന്നുള്ള മികച്ച നവാഗത സംവിധായകനുള്ള KR മോഹനൻ പുരസ്കാരം നേടിയത് ഉത്തം കമാട്ടിക്, ചിത്രം കർവാൾ. മികച്ച മലയാള ചിത്രത്തിനുള്ള നെറ്റ്പാക് പുരസ്കാരം നേടിയ ചിത്രം ആട്ടം. മലയാള സിനിമയിലെ നവാഗത സംവിധായകർക്ക് നൽകുന്ന ഫിപ്രസ്കി പുരസ്കാരം നേടിയത് ശ്രുതി ശരണ്യം, ചിത്രം B32 മുതൽ 44 വരെ. 2023 കേരളത്തിലെ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് പുരസ്കാരം നേടിയതാര്? ക്രിസ്റ്റോഫ് സനൂസി. ആരാണ് ഈ സിനിമാ സംവിധായിക? സൂചനകൾ: കെനിയൻ സാംസ്കാരിക ജീവിതവും രാഷ്ട്രീയവും യുദ്ധവും പ്രണയ വൈവിധ്യങ്ങളും സ്ത്രീ പാരിസ്ഥിതിക രാഷ്ട്രീയവും പുതിയ തലങ്ങളിൽ ചർച്ച ചെയ്യുന്ന വനിത. കെനിയ, താൻസാനിയ, US ബസുകൾക്ക് നേരെ 1998 നടന്ന ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ചിത്രീകരിച്ച ഫ്രം എ വിസ്പർ ആദ്യ ചിത്രം. റഫീഖി പ്രശസ്ത സിനിമ. 28ാമത് കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിലെ സ്പിരിറ്റ് ഓഫ് സിനിമ ജേതാവ്. ഉത്തരം ബനൂരി കഹിയു. 2023 ഗോവൻ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ മികച്ച സിനിമയ്ക്കുള്ള സുവർണ മയൂരം നേടിയ ചിത്രം LS ബോർഡേയ്സ്, ഇറാനിയൻ ചിത്രം. സംവിധാനം അബ്ബാസ് അമിനി. ഗോവൻ ചലച്ചിത്രമേളയിൽ മികച്ച സംവിധായകനുള്ള രജത മയൂരം നേടിയതാര്? സ്റ്റീഫൻ കോമന്തരേവ്. സത്യജിത്ത് റേ എക്സലൻസ് ഇൻ ഫിലിം ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് പുരസ്കാരം നേടിയതാര്? മൈക്കൽ ഡഗ്ലസ്, അമേരിക്കൻ നടൻ, നിർമ്മാതാവ്. ഗോവൻ ചലച്ചിത്രമേളയിൽ ഇന്ത്യയിൽ നിർമ്മിച്ച മികച്ച OTT സീരീസിനുള്ള പുരസ്കാരം നേടിയത് പഞ്ചായത്ത് സീസൺ 2. 2023 ഇന്ത്യൻ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ പുതിയതായി വിതരണം ചെയ്തു തുടങ്ങിയ പുരസ്കാരമേത്? മികച്ച വെബ് സീരീസ് OTT. മികച്ച നടനുള്ള രജത മയൂരം നേടിയത് പൗറിയ മഹിമിസ, ചിത്രം LS ബോർഡേയ്സ്. മികച്ച നടിക്കുള്ള രജത മയൂരം നേടിയത് മെലാനി തിയറി, ചിത്രം പാർട്ടി ഓഫ് ഫൂൾസ്. എന്നു മുതലാണ് ഗോവ ഇന്ത്യൻ രാജ്യാന്തര ചലച്ചിത്രമേളയുടെ സ്ഥിരം വേദിയായത്? 2004, 35ാമത് എഡിഷൻ. സത്യജിത്ത് റേ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് പുരസ്കാരം ആദ്യമായി നേടിയതാര്? ബെർണാഡോ ബെർട്ടലുച്ചി. കേരളത്തിൻ്റെ 26ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാരം നേടിയ കുർദിഷ് ചലച്ചിത്രകാരി ആര്? ലിസ ചലാൻ. 2019 കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് പുരസ്കാരം നേടിയതാര്? ഫെർണാണ്ടോ സൊളാനസ്, അർജന്റീനിയൻ ചലച്ചിത്രകാരൻ. ഏത് വർഷമാണ് ഇന്ത്യൻ രാജ്യാന്തര ചലച്ചിത്രമേള തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ചത്? 1988. എന്നു മുതലാണ് ഇന്ത്യൻ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ സത്യജിത്ത് റേ എക്സലൻസ് ഇൻ ഫിലിം ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് പുരസ്കാരം വിതരണം ചെയ്തു തുടങ്ങിയത്? 1999. ഇന്ത്യയിലെ ആദ്യത്തെ രാജ്യാന്തര ചലച്ചിത്രോത്സവം എന്ന് എവിടെ ആരംഭിച്ചു? 1952 ജനുവരി 24, മുംബൈ. അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി ഐക്യരാഷ്ട്രസഭ ആചരിച്ചത് ഏത് വർഷമാണ്? 2023. ലോക സാമ്പത്തിക ഉച്ചകോടിയുടെ വേദി ദാവോസ്, സ്വിറ്റ്സർലാൻഡ്. 2023 15ാമത് ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി ഡർബൻ, ദക്ഷിണാഫ്രിക്ക. 2023 ഹെല്ലി പാസ്പോർട്ട് സൂചിക പ്രകാരം ലോകത്തെ ഏറ്റവും ശക്തമായ പാസ്പോർട്ട് ഏത് രാജ്യത്തിൻ്റേതാണ്? ജപ്പാൻ. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ നഗരം ലണ്ടൻ. 2ാമത് ബംഗളൂരു.
ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള ശ്മശാനം എന്ന പേരിൽ ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയത് സാന്റോസിലെ മെമ്മോറിയൽ എക്യുമെനിക്കൽ നെക്രോപോലിസ് സെമിത്തേരി. 12ാമത് വേൾഡ് ബാംബു കോൺഗ്രസ് 2024 വേദി തായ്വാൻ. ന്യൂസിലൻഡിൻ്റെ പുതിയ പ്രധാനമന്ത്രി ആര്? ക്രിസ് ഹിപ്കിൻസ്. വിക്ടറി സിറ്റി എന്ന പുസ്തകം എഴുതിയതാര്? സൽമാൻ റുഷ്ദി. ബഹിരാകാശത്ത് നടക്കുന്ന ആദ്യത്തെ അറബ് സഞ്ചാരി സുൽത്താൻ അൽ നയാദി. ബ്രിട്ടീഷ് രാജകുടുംബാംഗമായ ഹാരി രാജകുമാരൻ എഴുതിയ ആത്മകഥയുടെ പേര് സ്പെയർ. ഈജിപ്തിൽ അടുത്തിടെ കണ്ടെത്തിയ ഏറ്റവും പഴക്കം ചെന്ന മമ്മിയുടെ പേര് ഹെക്കാഷെപ്സ്. ഏവിയേഷൻ റാങ്കിംഗ് വെബ്സൈറ്റായ സ്കൈ ട്രാക്സ് ഏറ്റവും മികച്ച വിമാനത്താവളമായി തിരഞ്ഞെടുത്ത ചാങ്കി എയർപോർട്ട് ഏത് രാജ്യത്താണ്? സിംഗപ്പൂർ. H3N8 പക്ഷിപ്പനി ബാധിച്ച് ആദ്യ മരണം റിപ്പോർട്ട് ചെയ്ത രാജ്യം ചൈന. ടൈറ്റാനിക്കിൻ്റെ അവശിഷ്ടം കാണാൻ ആഴക്കടലിൽ പോയി തകർന്ന് 5 പേരുടെ മരണത്തിനിടയാക്കിയ ഓഷ്യൻ ഗേറ്റ് കമ്പനിയുടെ പേടകം ടൈറ്റൻ. ലോകത്തിലെ ആദ്യത്തെ 3D പ്രിൻ്റഡ് റോക്കറ്റ് ടെറാൻ 1. സ്വിസ് സ്ഥാപനമായ IQ എയർ പുറത്തിറക്കിയ വേൾഡ് എയർ ക്വാളിറ്റി റിപ്പോർട്ട് പ്രകാരം വായു മലിനീകരണം കൂടിയ രാജ്യം ചാഡ്. ഇന്ത്യയുടെ സ്ഥാനം 8. സ്വിസ് സ്ഥാപനമായ IQ എയർ പുറത്തിറക്കിയ വേൾഡ് എയർ ക്വാളിറ്റി റിപ്പോർട്ട് പ്രകാരം ഏറ്റവും മലിനമായ നഗരം ലാഹോർ. 3ാം സ്ഥാനത്ത് രാജസ്ഥാനിലെ ഭിവാഡി. ബഹിരാകാശത്ത് ചിത്രീകരിച്ച ആദ്യ സിനിമ ദ ചലഞ്ച്. നാറ്റോയിൽ അംഗമായ 31ാമത് രാജ്യം ഫിൻലാൻഡ്. ആമസോൺ വനത്തിൽ ചെറുവിമാനം തകർന്നു വീണ് കാണാതായവരെ കണ്ടെത്തുന്നതിന് കൊളംബിയൻ സൈന്യം നടത്തിയ ദൗത്യത്തിന് നൽകിയ പേര് ഓപ്പറേഷൻ ഹോപ്പ്. ആമസോൺ വനത്തിൽ തകർന്നു വീണ ചെറുവിമാനത്തിൻ്റെ പേര് സെസ്ന 206 വിമാനം. ബഹിരാകാശ യാത്ര നടത്തിയ ചൈനയുടെ ആദ്യ സിവിലിയൻ ഗുയി ഹെച്ചാവോ. 2025 കാലാവസ്ഥാ ഉച്ചകോടിക്ക് COP30 ആതിഥ്യം വഹിക്കുന്ന രാജ്യം ബ്രസീൽ. ബെലേം ഡു പാര. 2023 പരിസ്ഥിതി ദിന സന്ദേശം പ്ലാസ്റ്റിക് മലിനീകരണത്തെ പൊരുതി തോൽപ്പിക്കാം. 2ാം ലോകമഹായുദ്ധകാലത്ത് മുങ്ങിയ ഏത് കപ്പലിൻ്റെ അവശിഷ്ടമാണ് ഫിലിപ്പീൻസിൽ നിന്നും കണ്ടെത്തിയത്? മൊണ്ടെ വീഡിയോ മാറു. ഐക്യരാഷ്ട്ര സംഘടനയുടെ 28ാമത് വാർഷിക കാലാവസ്ഥാ ഉച്ചകോടിയുടെ വേദി UAE. 2023 മെയ്യിൽ ദയാവധം നിയമവിധേയമാക്കിയ രാജ്യം പോർച്ചുഗൽ. വേൾഡ് എക്കണോമിക്സ് ഫോറത്തിൻ്റെ ആഗോള ലിംഗസമത്വ സൂചികയിൽ 1ാമതെത്തിയത് ഐസ്ലാൻഡ്. വേൾഡ് എക്കണോമിക് ഫോറത്തിൻ്റെ ആഗോള ലിംഗസമത്വ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 127. ബ്രിട്ടൻ്റെ പരമാധികാരിയായി അധികാരമേറ്റെടുത്ത രാജാവ് ചാൾസ് 3ാമൻ. 2023 ബ്ലൂ പോണിക് പ്ലേഗ് റിപ്പോർട്ട് ചെയ്ത രാജ്യം ചൈന. സ്കൂളുകൾ സ്മാർട്ട് ഫോൺ ഉപയോഗം നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ട UN ഏജൻസി യുനെസ്കോ. അടുത്തിടെ കാട്ടുതീ പടർന്നു പിടിച്ച അമേരിക്കയിലെ ദ്വീപ സംസ്ഥാനമായ ഹവായിയിലെ പ്രദേശം മൗയി ദ്വീപ്. 2023 ജൂലൈയിൽ ഇറ്റലിയിലും തെക്കൻ യൂറോപ്പിലും അനുഭവപ്പെട്ട ഉഷ്ണതരംഗം സെർബറസ്. കിഴക്കൻ പസഫിക് സമുദ്രത്തിൽ രൂപപ്പെട്ട ചുഴലിക്കാറ്റ് ഡോറ. 2023 49ാമത് G7 ഉച്ചകോടി നടന്നത് എവിടെ വച്ചാണ്? ഹിരോഷിമ, ജപ്പാൻ. 2023 പരിസ്ഥിതി ദിനാചരണത്തിന് ആതിഥ്യം വഹിച്ച രാജ്യം ഐവറി കോസ്റ്റ്. എക്കണോമിസ്റ്റ് ഇൻ്റലിജൻസ് യൂണിറ്റ് EIU തയ്യാറാക്കിയ ലോകത്ത് ജീവിക്കാൻ അനുയോജ്യമല്ലാത്ത പട്ടണങ്ങൾ 1ാമതെത്തിയത് ഡമാസ്കസ്. 15ാമത് ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി ഡർബൻ, ദക്ഷിണാഫ്രിക്ക. 2023 UN കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം നടന്നത് ദുബായ്. ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ്റെ 2024 ഉച്ചകോടിക്ക് വേദിയാകുന്നത് അസ്താന, കസാക്കിസ്ഥാൻ. ലോകത്തെ ഏറ്റവും വലിയ വേസ്റ്റ് ടു എനർജി പ്ലാന്റ് നിലവിൽ വരുന്നത് ദുബായ്, UAE.
ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് 2023 പ്രകാരം ലോകത്തിലെ ഏറ്റവും ശക്തമായ പാസ്പോർട്ട് ഉള്ള രാജ്യം സിംഗപ്പൂർ. തെക്ക് പടിഞ്ഞാറൻ അമേരിക്കയിലും കാലിഫോർണിയയിലും വീശിയടിച്ച ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റ് ഹിലാരി. 2023 ഓഗസ്റ്റിൽ ചൈന, ജപ്പാൻ രാജ്യങ്ങൾ വീശിയ ചുഴലിക്കാറ്റ് ഖാനൂൻ. ഭൂമിയിൽ ജീവിച്ചിരുന്നതിൽ ഏറ്റവും വലുതെന്ന് കരുതുന്ന ജീവിയുടെ ഫോസിൽ കണ്ടെത്തിയ രാജ്യം പെറു. ഭീമൻ തിമിംഗലത്തിൻ്റെയെന്ന് കരുതുന്ന ഫോസിലിന് നൽകിയ പേര് പെറുസിറ്റസ് കൊളോസസ്. ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര കപ്പൽ ഐക്കൺ ഓഫ് ദ സീസ്. ആഫ്രിക്കൻ രാജ്യങ്ങളുടെ ആദ്യ കാലാവസ്ഥ ഉച്ചകോടി നടന്നത് കെനിയ. 2023 ടൈം മാഗസിൻ റിപ്പോർട്ട് പ്രകാരം ലോകത്തെ ഏറ്റവും മികച്ച കമ്പനി മൈക്രോസോഫ്റ്റ്. 2ാം സ്ഥാനം ആപ്പിൾ. ഏത് രാജ്യത്ത് നടന്ന ജനകീയ പ്രതിഷേധമാണ് ജസ്റ്റിസ് ഫോർ നഹേൽ, ഫ്രാൻസ്. കനേഡിയൻ സ്ഥാപനമായ ഫ്രേസർ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ റിപ്പോർട്ട് പ്രകാരം ലോകത്തെ ഏറ്റവും സ്വതന്ത്ര സമ്പദ് വ്യവസ്ഥ എന്ന പദവി സ്വന്തമാക്കിയ രാജ്യം സിംഗപ്പൂർ. ഇലോൺ മസ്കിൻ്റെ XAI എന്ന കമ്പനി തുടങ്ങിയ ചാറ്റ് ബോട്ട് ഡ്രോക്ക്. ഈ വർഷത്തെ വാക്കായി US നിഘണ്ടുവായ മെയാം വെസ്റ്റർ തിരഞ്ഞെടുത്ത പദം ഒതൻറ്റിക്. ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ സർവീസിനുള്ള റിവർ ക്രൂയിഡ് കപ്പലേത്? MV ഗംഗാ വിലാസ്. രാഷ്ട്രപതി ഭവനിലെ മുഗൾ ഗാർഡൻ പൂന്തോട്ടങ്ങളുടെ പുതിയ പേരെന്താണ്? അമൃത് ഉദ്യാൻ. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ പോയിൻറ്റ്സ് ഓഫ് ലൈറ്റ് പുരസ്കാരം നേടിയ ഇന്ത്യൻ വംശജനാര്? നവ്ജോത് സാവിനി. കൈകൊണ്ട് തിരിക്കാവുന്ന അലക്ക് യന്ത്രം കണ്ടുപിടിച്ചതിന്. ഔറംഗാബാദിൻ്റെ പുതിയ പേര് ഛത്രപതി സാംഭാജി നഗർ. ഒസ്മാനാബാദിൻ്റെ പുതിയ പേര് ധാരാശിവ്. 17ാമത് പ്രവാസി ഭാരതീയ ദിവസിൻ്റെ വേദി എവിടെയാണ്? ഇൻഡോർ. ഇന്ത്യയിലെ ഏറ്റവും മലിനമായ നദി ഏത്? കൂവം നദി. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹോക്കി സ്റ്റേഡിയം ബിർസ മുണ്ട ഹോക്കി സ്റ്റേഡിയം, റൂർക്കേല, ഒഡീഷ. തുർക്കി, സിറിയ രാജ്യങ്ങളിലെ ഭൂകമ്പ ബാധിത പ്രദേശങ്ങളിൽ ഇന്ത്യ നടത്തിയ രക്ഷാപ്രവർത്തനത്തിന് നൽകിയ പേര് ഓപ്പറേഷൻ ദോസ്ത്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ യുദ്ധഭൂമിയായ സിയാച്ചിനിൽ ജോലി ചെയ്യുന്ന ആദ്യ വനിതാ ഓഫീസർ ക്യാപ്റ്റൻ ശിവ ചൗഹാൻ. റിപ്പബ്ലിക് ദിന പരേഡിൻ്റെ ഭാഗമായി അവതരിപ്പിച്ച പ്ലോട്ടുകളിൽ 1ാം സ്ഥാനം നേടിയ സംസ്ഥാനം ഉത്തരാഖണ്ഡ്. ചരിത്രത്തിൽ ആദ്യമായി കരസേനാ ദിന പരേഡ് ഡൽഹിക്ക് പുറത്ത് എവിടെ വച്ചാണ് നടന്നത്? ബംഗളൂരു. 75ാമത് കരസേനാ ദിനം. അടുത്തിടെ ഒത്തുതീർപ്പായ രാജ്യത്തെ ഏറ്റവും പഴക്കം ചെന്ന കേസ് ബെർഹാംപൂർ ബാങ്ക് ലിമിറ്റഡ് ഇക്വഡേഷൻ കേസ്. ഇന്ത്യയുടെ 74ാമത് റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത രാഷ്ട്രത്തലവൻ ആര്? അബേൽ ഫത്ത അൽ സിസി, ഈജിപ്റ്റ് പ്രസിഡന്റ്. സ്മോക്ക് ആൻഡ് ആഷസ്, എ റൈറ്റേഴ്സ് ജേർണി ത്രൂ ഓപ്പിയം ഹിഡൻ ഹിസ്റ്ററീസ് എന്ന കൃതി ആരുടേതാണ്? അമിതാഭ് ഘോഷ്. ഇന്ത്യൻ വ്യോമസേനയുടെ ഗാലണ്ടറി മെഡൽ നേടുന്ന ആദ്യ വനിതാ വ്യോമസേന ഉദ്യോഗസ്ഥ വിംഗ് കമാൻഡർ ദീപിക മിശ്ര. നാഗാലാൻഡ് നിയമസഭയുടെ ചരിത്രത്തിൽ ആദ്യമായി അംഗങ്ങളായി തിരഞ്ഞെടുക്കപ്പെട്ട 2 വനിതകൾ സൽഹൌദുവോനുവോ ക്രൂസെ, ഹെക്കാനി ജഗാലു. നാഗാലാൻഡിൽ മന്ത്രിപദത്തിലെത്തിയ ആദ്യ വനിത സൽഹൌദുവോനോ ക്രൂസെ. അടുത്തിടെ ഇന്ത്യ സന്ദർശിച്ച ജർമ്മനിയുടെ ചാൻസലർ ഒലാഫ് ഷോൾസ്. 2023 അന്താരാഷ്ട്ര കൈറ്റ് ഫെസ്റ്റിവലിന് വേദിയായത് അഹമ്മദാബാദ്. ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കറുടെ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ അടുത്തിടെ അനാച്ഛാദനം ചെയ്തത് എവിടെയാണ്? ഹൈദരാബാദ്. ശില്പി റാം വി സുധർ. ബ്രേവിംഗ് എ വൈറൽ സ്ട്രോം, ഇന്ത്യാസ് COVID-19 വാക്സിൻ സ്റ്റോറി എന്ന പുസ്തകം എഴുതിയവർ ആരൊക്കെ? ആശിഷ് ചന്ദോർക്കർ, സൂരജ് സുധീർ. താർക്കികരായ ഇന്ത്യക്കാർ എന്ന പുസ്തകം എഴുതിയത് അമർത്യ സെൻ. ഗായിക വാണി ജയറാമിൻ്റെ ശരിയായ പേര് കലൈവാണി.
വേൾഡ് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ 2023 ലിസ്റ്റ് പ്രകാരം ഏഷ്യയിലെ ഏറ്റവും സമ്പന്നനായ നടൻ ഷാരുഖ് ഖാൻ. 100-ലേറെ രാജ്യങ്ങളിൽ റിലീസ് ചെയ്ത ആദ്യ ഇന്ത്യൻ ചിത്രം പഠാൻ. സംവിധാനം സിദ്ധാർത്ഥ് ആനന്ദ്. രാജ്യത്ത് സിനിമാ തിയേറ്ററുള്ള ആദ്യ വിമാനത്താവളം ചെന്നൈ. ഇന്ത്യയിൽ ആദ്യമായി വെള്ളത്തിനടിയിലെ തുരങ്കത്തിലൂടെ മെട്രോ ട്രെയിൻ സർവീസ് പരീക്ഷണ ഓട്ടം നടത്തിയത് എവിടെയാണ്? കൊൽക്കത്ത ഹൂഗ്ലി നദിയിൽ. 2023 തിരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിമാർ: ത്രിപുര മാണിക് സാഹ, മേഘാലയ കോൺറാഡ് സാങ്മ, നാഗാലാൻഡ് ഹെയ്ഫു റിയോ, ഛത്തീസ്ഗഡ് വിഷ്ണുദേവ് സായ്, കർണാടക സിദ്ധരാമയ്യ, മധ്യപ്രദേശ് മോഹൻ യാദവ്, മിസോറം ലാൽസു ഹോമ, രാജസ്ഥാൻ ഭജൻ ലാൽ ശർമ്മ, തെലങ്കാന രേവന്ത് റെഡ്ഡി. കോപ്പ് ഇന്ത്യ 23 ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള വ്യോമാഭ്യാസമാണ്? ഇന്ത്യ അമേരിക്ക. ഇന്ത്യയും ആഫ്രിക്കൻ രാജ്യങ്ങളും തമ്മിൽ നടന്ന സംയുക്ത സൈനിക അഭ്യാസത്തിൻ്റെ പേര് അഫിൻഡെക്സ് 2023. കൊങ്കൺ 2023 ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള നാവിക അഭ്യാസമാണ്? ഇന്ത്യ ഇംഗ്ലണ്ട്. ആഫ്രിക്കയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ കിളിമഞ്ചാരോ കീഴടക്കിയ ആദ്യത്തെ IAS ഓഫീസർ അർജുൻ പാണ്ഡ്യൻ. ആഭ്യന്തര സംഘർഷം രൂക്ഷമായ സുഡാനിൽ നിന്നും ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ദൗത്യം അറിയപ്പെടുന്നത് ഓപ്പറേഷൻ കാവേരി. വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ ഓടിക്കുന്ന ആദ്യ വനിത സുരേഖ യാദവ്. അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് ADR റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും ധനികനായ മുഖ്യമന്ത്രി ആര്? YS ജഗൻമോഹൻ റെഡ്ഡി, ആന്ധ്രാപ്രദേശ്. ലോക ജനസംഖ്യയിൽ 1-ാം സ്ഥാനത്തുള്ള രാജ്യം ഇന്ത്യ, 2-ാമത് ചൈന. പ്രഥമ ആഗോള ടൂറിസം നിക്ഷേപക ഉച്ചകോടിയുടെ വേദി ന്യൂഡൽഹി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്തിടെ ഉദ്ഘാടനം ചെയ്ത ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോം എവിടെയാണ്? ശ്രീ സിദ്ധരൂഢ സ്വാമിജി ഹുബ്ബള്ളി റെയിൽവേ സ്റ്റേഷൻ, കർണാടക. 1507 മീറ്റർ നീളം. രാജ്യത്തെ ദേശീയ പാർട്ടികളുടെ എണ്ണം 6. BJP, INC, CPM, I, BSP, NPP, AAP. അടുത്തിടെ ദേശീയ പാർട്ടി പദവി നഷ്ടമായത് ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾക്കാണ്? CPI, NCP, തൃണമൂൽ കോൺഗ്രസ്. തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ നിയമനത്തിന് രാഷ്ട്രപതിക്ക് പേര് ശുപാർശ ചെയ്യാൻ സുപ്രീം കോടതി നിയമിച്ച 3-അംഗ സമിതിയിൽ ഉൾപ്പെട്ടവർ ആരൊക്കെയാണ്? പ്രധാനമന്ത്രി, പ്രതിപക്ഷ നേതാവ്, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. അടുത്തിടെ 19 ജില്ലകൾ കൂടി രൂപീകരിച്ച സംസ്ഥാനം രാജസ്ഥാൻ. ഇന്ത്യയിലെ ആദ്യത്തെ കേബിൾ റെയിൽവേ പാലം അഞ്ചിഘട്ട് ചെനാബിൻ്റെ കൈവഴിയായ അഞ്ചി നദിക്ക് കുറുകെ. ലോകത്തിലെ ആദ്യത്തെ നാനോ DAP ദ്രാവക വളം പുറത്തിറക്കിയത് IFFCO, ഇന്ത്യൻ ഫാമേഴ്സ് ഫെർട്ടിലൈസേഴ്സ് കോപ്പറേറ്റീവ് ലിമിറ്റഡ്. ഇന്ത്യയിലെ ആദ്യ 5G ആംബുലൻസ് അപ്പോക്. ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ തുരങ്കം സോജില. തൊഴിലുറപ്പ് പദ്ധതിയിൽ ഏറ്റവും കൂടുതൽ വേതനം നൽകുന്ന സംസ്ഥാനം ഹരിയാന, 357 രൂപ. കേരളം 333 രൂപ. ആധാറുമായി ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങളും പരിഹരിക്കാൻ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ചാറ്റ് ബോട്ടിൻ്റെ പേര് ആധാർ മിത്ര. ഏറ്റവും കൂടുതൽ ദരിദ്രരുള്ള സംസ്ഥാനം ഉത്തർപ്രദേശ്. ഏറ്റവും കുറവ് ദരിദ്രരുള്ള സംസ്ഥാനം ഗോവ, 2-ാമത് കേരളം. ബോർഡർ റോഡ് ഓർഗനൈസേഷൻ ഈയിടെ ആദ്യ ഇന്ത്യൻ ഗ്രാമം എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു സൈൻ ബോർഡ് സ്ഥാപിച്ചത് എവിടെയാണ്? മന, ഉത്തരാഖണ്ഡ്, ചമോലി ജില്ല. ലോകബാങ്കിൻ്റെ ലോജിസ്റ്റിക് പെർഫോമൻസ് ഇൻഡെക്സ് LPI 2023 പ്രകാരം ഇന്ത്യയുടെ റാങ്ക് എത്ര? 38. ഏഷ്യയിൽ വെള്ളത്തിനടിയിലൂടെ ഏറ്റവും നീളം കൂടിയ ഹൈഡ്രോ കാർബൺ പൈപ്പ് ലൈൻ ഏത് നദിയിലാണ്? ബ്രഹ്മപുത്ര. അസമിലെ
ജോർഹാട്ടിനെയും മജുലി ദ്വീപിനെയും ബന്ധിപ്പിച്ചിട്ടുള്ള പൈപ്പ് ലൈൻ. മാർച്ചിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത അതിവേഗ പാത NH-275 ഏതൊക്കെ സ്ഥലങ്ങൾക്ക് ഇടയിലാണ്? മൈസൂരു, ബംഗളൂരു. തെക്കൻ അമേരിക്കൻ രാജ്യമായ സുരിനാമിൻ്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഗ്രാൻഡ് ഓർഡർ ഓഫ് ദ ചെയിൻ ഓഫ് ദ യെല്ലോ സ്റ്റാർ പ്രസിഡന്റ് ചന്ദ്രിക പെർസാദ് സന്തോഖിയിൽ നിന്നും അടുത്തിടെ ഏറ്റുവാങ്ങിയ വ്യക്തി ദ്രൗപദി മുർമു, ഇന്ത്യൻ രാഷ്ട്രപതി. ലോകോത്തര ബ്രാൻഡായ ഗുച്ചിയുടെ ഇറ്റാലിയൻ ബ്രാൻഡ് അംബാസഡറായ ആദ്യ ഇന്ത്യക്കാരിയായ ബോളിവുഡ് താരം ആലിയ ഭട്ട്. ആപ്പിൾ കമ്പനി നേരിട്ട് നടത്തുന്ന ഇന്ത്യയിലെ ആദ്യ റീറ്റെയിൽ സ്റ്റോർ പ്രവർത്തനം ആരംഭിച്ചത് എവിടെ? മുംബൈ. ത്രിപുര മുറിച്ച് ത്രിപ്പാലാൻഡ് എന്ന പേരിൽ സംസ്ഥാനം രൂപീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച രാഷ്ട്രീയ പാർട്ടി തിപ്രമോത്ത. അടുത്തിടെ ഇന്ത്യ സന്ദർശിച്ച ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ്. SIPRI റിപ്പോർട്ട് അനുസരിച്ച് ഏറ്റവും കൂടുതൽ ആയുധം ഇറക്കുമതി ചെയ്യുന്ന രാജ്യം ഇന്ത്യ. G20 ഇന്ത്യൻ ഷെർപ്പ അമിതാഭ് കാന്ത്. ചൈന, റഷ്യ, ഇറാൻ സംയുക്ത നാവിക അഭ്യാസത്തിൻ്റെ പേര് മറൈൻ സെക്യൂരിറ്റി ബെൽറ്റ് 2023. രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ IPS ഓഫീസർ സഹിൽ ഹസൻ. 278 പേരുടെ മരണത്തിനിടയാക്കിയ ബാലസോർ തീവണ്ടി അപകടം നടന്ന സംസ്ഥാനം ഒഡീഷ. 2023 ജൂൺ 2. ഷാലിമാർ ചെന്നൈ സെൻട്രൽ കോറമാൻഡൽ എക്സ്പ്രസ്, ബംഗളൂരു ഹൗറ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് ഗുഡ്സ് ട്രെയിൻ എന്നിവയാണ് കൂട്ടിയിടിച്ചത്. പ്രശസ്ത സോഷ്യോളജിസ്റ്റ് നേതാവായ മധു ലിമായയുടെ ജന്മശതാബ്ദി ആഘോഷവേളയിൽ ശതാബ്ദി പുരുഷ് മാൻ ഓഫ് ദ സെഞ്ച്വറി പദവി നൽകി ആദരിച്ചത് ആരെയാണ്? പണ്ഡിറ്റ് രാംകിഷൻ. മെയ്ഡ് ഇൻ ഇന്ത്യ 75 ഇയേഴ്സ് ഓഫ് ബിസിനസ് ആൻഡ് എൻ്റർപ്രൈസ് എന്ന പുസ്തകം രചിച്ചത് അമിതാഭ് കാന്ത്. തെക്കൻ കിഴക്കൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ഈ വർഷത്തെ ആദ്യത്തെ ചുഴലിക്കാറ്റായ മോഖയ്ക്ക് ആ പേര് നിർദ്ദേശിച്ച രാജ്യം യമൻ. അടുത്തിടെ ഇന്ത്യ സന്ദർശിച്ച ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോനി. ഇന്ത്യയിലെ ആദ്യ വ്യോമസേന പൈതൃക കേന്ദ്രം ഛത്തീസ്ഗഡ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പഞ്ചസാര ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ്. അറബിക്കടലിൽ രൂപം കൊണ്ട ബിബർജോയ് ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം ബംഗ്ലാദേശ്. ഡൽഹിയിലെ തീൻ മൂർത്തി സമുച്ചയത്തിൽ സ്ഥിതി ചെയ്യുന്ന നെഹ്റു മെമ്മോറിയൽ മ്യൂസിയം ആൻഡ് ലൈബ്രറിയുടെ പുതിയ പേര് പ്രൈം മിനിസ്റ്റേഴ്സ് മ്യൂസിയം. തെലങ്കാനയുടെ സംസ്ഥാന പദവിക്ക് വേണ്ടി ജീവൻ നൽകിയവർക്കായി സമർപ്പിച്ച സ്മാരകം അമരജ്യോതി സ്മാരകം. സ്വച്ഛ് മുഖ് അഭിയാൻ പ്രചാരണ പരിപാടിയുടെ ഭാഗമായി മഹാരാഷ്ട്രയുടെ ചിരി അംബാസഡറായി തിരഞ്ഞെടുക്കപ്പെട്ട മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം സച്ചിൻ ടെണ്ടുൽക്കർ. പാരീസ് ആസ്ഥാനമായ റിപ്പോർട്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ് തയ്യാറാക്കിയ ആഗോള മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 161. 1-ാം സ്ഥാനം നോർവേ, 2-ാം സ്ഥാനം അയർലാൻഡ്, 3-ാം സ്ഥാനം ഡെൻമാർക്ക്. അരുണാചൽ പ്രദേശിലെ ഡാഗിൻ ഭാഷയിൽ പുറത്തിറങ്ങുന്ന ആദ്യ ചലച്ചിത്രം ലവ് ഇൻ 90s. 71ാമത് മിസ് വേൾഡ് മത്സരത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഇന്ത്യ. സിസ്റ്റർ റാണി മരിയയുടെ ജീവിതത്തെ ആധാരമാക്കി പുറത്തിറങ്ങിയ സിനിമ ഫേസ് ഓഫ് ദ ഫേസ്‌ലെസ്. ഈ സിനിമയിലെ ഗാനങ്ങൾക്കും പശ്ചാത്തല സംഗീതത്തിനും ഓസ്കാർ ലഭിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയം ഡയമണ്ട് ബോസ് സൂറത്ത്. നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. 67.28 ലക്ഷം ചതുരശ്ര അടിയാണ് വലിപ്പം. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ചെയർമാൻ പ്രമോദ് അഗർവാൾ ചെന്നൈ ആശാൻ മെമ്മോറിയലിൻ്റെ 2022 ആശാൻ സ്മാരക കവിതാ പുരസ്കാര ജേതാവായത് കുരീപ്പുഴ ശ്രീകുമാർ.
50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഐസ്ലാൻഡിലെ ഹൂസാവിക് മ്യൂസിയത്തിൻ്റെ ലീഫ് എറിക്സൺ ചന്ദ്ര സമ്മാനം നേടിയ ഓർഗനൈസേഷൻ ISRO ചന്ദ്രയാൻ 3 ദൗത്യത്തിൽ. IPL താരലേലത്തിൽ ഏറ്റവും ഉയർന്ന പ്രതിഫലത്തിന് അർഹനായത് മിച്ചൽ സ്റ്റാർക്ക്, ഓസ്ട്രേലിയ. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് 24.75 കോടി രൂപയ്ക്ക് താരത്തെ സ്വന്തമാക്കി. ലോകത്തിലെ ഏറ്റവും ഉയർന്ന യുദ്ധഭൂമിയായ സിയാച്ചിൻ സൈനിക മുന്നണിയിൽ നിയമിതയാകുന്ന ആദ്യ വനിതാ മെഡിക്കൽ ഓഫീസർ ക്യാപ്റ്റൻ ഫാത്തിമ വസീം, കരസേന. ന്യൂഡൽഹിയിൽ നടന്ന രാജ്യാന്തര ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് AI ഉച്ചകോടിയിൽ പങ്കെടുത്ത രാജ്യങ്ങൾ എത്ര? 29. വിമൺസ് ടെന്നീസ് അസോസിയേഷൻ്റെ 2023 മികച്ച താരത്തിനുള്ള പുരസ്കാരം നേടിയത് ഇഷ സിയാടെക്, പോളിഷ് താരം. ഇന്ത്യയുടെ 75ാം റിപ്പബ്ലിക് ദിനത്തിൽ മുഖ്യ അതിഥിയാകുന്നത് ഇമ്മാനുവൽ മാക്രോൺ, ഫ്രഞ്ച് പ്രസിഡന്റ്. ഇൻ്റർനാഷണൽ ഹോക്കി ഫെഡറേഷൻ്റെ മികച്ച പുരുഷ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഹാർദിക് സിംഗ്. ഇൻ്റർനാഷണൽ ഹോക്കി ഫെഡറേഷൻ്റെ വനിതാ ഗോൾ കീപ്പറായി തിരഞ്ഞെടുക്കപ്പെട്ടത് സവിത പൂനിയ. ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ ഏർപ്പെടുത്തിയ ജനപ്രിയ ശാസ്ത്ര സാഹിത്യത്തിനുള്ള പുരസ്കാരം നേടിയത് ഡോക്ടർ B. ഇക്ബാൽ. കൃതി മഹാമാരികൾ, പ്ലേഗ് മുതൽ കോവിഡ് വരെ, ചരിത്രം, ശാസ്ത്രം, അതിജീവനം. രാജ്യത്തെ പരമോന്നത കായിക പുരസ്കാരമായ ധ്യാൻചന്ദ് അവാർഡിന് അർഹരായത് ചിരാഗ് ഷെട്ടി, സ്വാതിക് സായിരാജ്, രംഗി റെഡ്ഡി, ബാഡ്മിൻ്റൺ താരങ്ങൾ. അർജുന അവാർഡ് നേടിയവർ M. ശ്രീശങ്കർ, ലോങ് ജംപ് താരം, മുഹമ്മദ് ഷമി, ക്രിക്കറ്റ് താരം. മികച്ച പരിശീലകനുള്ള ദ്രോണാചാര്യ അവാർഡ് നേടിയത് E. ഭാസ്കരൻ, കബഡി പരിശീലകൻ. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് വേണ്ടി സെഞ്ചുറി നേടുന്ന ആദ്യ മലയാളി സഞ്ജു സാംസൺ. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയാണ് ഈ നേട്ടം. കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച പഠനഗ്രന്ഥം മലയാളം നോവലിൻ്റെ ദേശകാലങ്ങൾ. രചന E.V. രാമകൃഷ്ണൻ. കുട്ടികൾക്കെതിരെയുള്ള ചൂഷണം, ബാലവേല, ബാലവിവാഹം തുടങ്ങിയവ തടയുന്നതിനായി വനിതാ ശിശു വികസന വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി ശരണബാല്യം. CISFൻ്റെ ഡയറക്ടർ ജനറലായി നിയമിതയായത് നീന സിംഗ്. ഈ പദവിയിലെത്തുന്ന ആദ്യ വനിതയാണ്. ഏഷ്യയിൽ വൃക്ക മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഏറ്റവും കൂടുതൽ കാലം ജീവിച്ചിരുന്ന ഇന്ത്യക്കാരനായ വ്യക്തി ഈയിടെ അന്തരിച്ചു. ആരാണ് അദ്ദേഹം? കൃഷ്ണ റാം ശർമ്മ. അദ്ദേഹത്തിൻ്റെ 24ാമത്തെ വയസ്സിൽ 1977 സ്വന്തം സഹോദരനിൽ നിന്നും വൃക്ക സ്വീകരിച്ചത്. വെല്ലൂരിലെ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ആയിരുന്നു ശസ്ത്രക്രിയ. ഈയിടെ അന്തരിച്ച ജർമ്മൻ എൻഡോളജിസ്റ്റും കേരള പഠനങ്ങളിൽ വലിയ സംഭാവനകൾ നൽകിയ പണ്ഡിതനുമായ വ്യക്തി ആർബ്രഷ്റ്റ് ഫ്രാൻസ്. കേരളത്തിന് ആദ്യമായി സന്തോഷ് ട്രോഫി നേടിത്തന്ന ടീമിൻ്റെ വൈസ് ക്യാപ്റ്റൻ ഫുട്ബോളർ TA ജാഫർ. ഈയിടെ അന്തരിച്ച മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായിരുന്ന വ്യക്തി KP വിശ്വനാഥൻ. ഈയിടെ അന്തരിച്ച പ്രശസ്ത നാടകരചയിതാവും സംവിധായകനും കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവുമായ വ്യക്തി പ്രശാന്ത് നാരായണൻ. ഈയിടെ വിടവാങ്ങിയ പ്രശസ്ത തമിഴ് സിനിമാ താരവും രാഷ്ട്രീയ നേതാവും ആയ വ്യക്തി വിജയകാന്ത്. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്നും വീഡിയോസ് കാണുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക.